ദ്വാരപാലക ശില്പത്തിലും കട്ടിളപ്പാളിയിലും ഒതുങ്ങുന്നില്ല ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ശ്രീകോവിലിന്റെ കട്ടിളയ്ക്ക് മുകളിലെ പ്രഭാമണ്ഡലം പൊതിഞ്ഞ സ്വർണ്ണപ്പാളിയും കൊള്ളയടിച്ചെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കട്ടിളപ്പാളികൾക്ക് മുകളിലെ ശിവരൂപം, വ്യാളി രൂപം എന്നിവയിലെ സ്വർണം കവർന്നു. കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് SIT ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവർക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷയിലാണ് SIT നിർണായക വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. കട്ടിളപ്പാളി ഒറ്റപ്പാളിയല്ല, 7 പാളികളാണ്. ഇവയാണ് ഇളക്കിയെടുത്ത് അമ്പത്തൂരുള്ള സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത്. ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത 2 പാളി, രാശിചിഹ്നങ്ങളുള്ള 2 പാളികളും മുകൾ പടിപ്പാളികളും, വ്യാളി രൂപവും ശിവരൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലം, ഇത്രയുമാണ് കട്ടിളപ്പാളിയിൽ ഉൾക്കൊള്ളുന്നതെന്നും ഇത് കവർന്നെന്നുമാണ് SIT പറയുന്നത്. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തതിൽ ഇക്കാര്യം വ്യക്തമായെന്നും SIT പറയുന്നു. അതിനിടെ കേസിലെ തൊണ്ടി മുതൽ എത്രയും വേഗം കണ്ടെത്തണമെന്ന് രമേശ് ചെന്നിത്തല. ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ലല്ലോ, തൊണ്ടി മുതൽ കണ്ടെത്തണ്ടേ? ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ CBI അന്വേഷണം വരണം. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും നൽകിയത് ശബരിമലയിലെ സ്വർണ്ണമെന്ന് ഉറപ്പില്ലെന്നാണ് SIT കോടതിയിൽ അറിയിച്ചത്. ഇരുവരും സ്വർണം ഹാജരാക്കി തന്നതാണെന്നും SIT. പങ്കജ് ഭണ്ഡാരി ഹാജരാക്കിയത് 109 ഗ്രാം സ്വർണം, ഗോവർദ്ധൻ ഹാജരാക്കിയത് 474 ഗ്രാം സ്വർണം. ഇരുവരും ഹാജരാക്കിയത് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ മുഴുവൻ ഉരുപ്പടികളിലെയും സ്വർണം എന്ന പേരിലാണെന്നും കട്ടിളപ്പാളിയിലും ദ്വാരപാലക പാളികളിലും തൂണുകളിലെ പാളികളിലുമായി ഇതിൽ കൂടുതൽ സ്വർണം നഷ്ടമായെന്നും SIT പറയുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.